ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മൾ പനീർ വെച്ചിട്ടാണ് ട്ടോ ചെയ്തിരിക്കണേ. എല്ലാവർക്കും അറിയാം പനീർ ഒരുപാട് പ്രോട്ടീൻ ഉള്ള ഐറ്റം ആണെന്ന്. അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാട്ടോ നമ്മളിന്ന് ചെയ്തിരിക്കണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ പനീർ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ സാലഡിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല രീതിയിലാട്ടോ സാലഡ് ഉണ്ടാക്കിയിരിക്കണേ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം അതിനായിട്ട് പനീർ എടുത്തിട്ടുണ്ട്. പനീറിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. ശേഷം നമ്മളൊരു പാനിലേക്ക് 1 സ്പൂൺ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 4-5 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 15 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴാട്ടോ നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ പനീർ ഇതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഓയിലൊക്കെ കുറച്ച് ഉപയോഗിച്ചിരിക്കണം, അപ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണേ. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പനീർ പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒരേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഒരേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മസാലയിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മൾ വെള്ളക്കടല നമ്മൾ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു 15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ആട്ടോ ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. പെട്ടെന്ന് തന്നെ കരിയൂട്ടോ, അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്കൊന്ന് ആ ഒരു പച്ചപ്പ് മണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ കടല നമ്മളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ആ മസാലയിൽ പിടിച്ച് കിട്ടണ വരെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അത്രയും മതി. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പ്രോട്ടീൻ ആട്ടോ. വെള്ളക്കടലയിലൊക്കെ ഒരുപാട് നല്ല പ്രോട്ടീൻ ഉള്ളതാണ്. പനീറും അതുപോലെ നല്ല ഹെൽത്തി ആണ് കേട്ടോ. സാലഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നമുക്ക് ടേസ്റ്റ് കൂടുന്നത് അതിൻ്റെ ഡ്രസ്സിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാലഡ് കഴിക്കാനും ബോറ് തോന്നില്ല, നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ 4-5 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 2 സ്പൂണോളം കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി നല്ല ക്രീമി ടെക്സ്ചർ തരാനായിട്ട് നല്ലതാണ്. കുറച്ചുകൂടി ടേസ്റ്റും കൂടുകയും ചെയ്യും സാലഡിന്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടി നമ്മൾ ഉണക്കമുളകായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് റെഡ് കളറിൽ കിട്ടും. അപ്പോൾ സാലഡ് കാണാനും ലുക്കാവും. അപ്പോൾ അത് മതി. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഫ്രൈ ആക്കി എടുക്കണേ. ഫ്രൈ ചെയ്തതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇത്രയും മതി. നമ്മുടെ അടിപൊളി ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് സാലഡിനാണെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റംസ് ആണ് കേട്ടോ. കുക്കുംബർ, സവാള, അതുപോലെ തക്കാളി, അതുപോലെ ക്യാരറ്റ്, ഇതെല്ലാം തന്നെ ലോ കാലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് സാലഡിന് എന്തായാലും ചേർക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ നല്ല ഫൈബറും കിട്ടും. അതുപോലെ നമുക്ക് ദഹനത്തിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഡൈജഷനൊക്കെ നന്നാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1/2 കുക്കുംബറായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ക്യാരറ്റ് ആട്ടോ എടുത്തിരിക്കണേ. പിന്നെ നമ്മൾ ഒരു 1/2 മുറി സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച് ഫ്രൈ ചെയ്ത് വെച്ച് നമുക്ക് കടല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് പനീറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് കഴിച്ച് നോക്കൂ. അപ്പോൾ എല്ലാ പനീറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിങ് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഓരോന്നിനും നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി സാലഡ്, ഹെൽത്തി സാലഡ് റെസിപ്പി തന്നെയാണ്. അത് പനീർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും കൊടുക്കാൻ ഒരുപാട് നല്ലതാണ്.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും പറയണേ. പിന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്തേക്കണേ. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക്